എത്ര പേര് വചനത്തിൽ നിന്ന് കേൾക്കുവാൻ തയ്യാറായി കടന്നു വന്നിട്ടുണ്ട്? ഹല്ലേലൂയ. കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ. യെസ്, നിങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്ന കർത്താവ്. ഹല്ലേലൂയ. പുരുഷാരത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കിയ കർത്താവ് മനസ്സലിവോടെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഇവർക്ക് തിന്നുവാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അപ്പം നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയുന്ന കർത്താവ് നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ വേണ്ടത് ഇന്ന് എൻ്റെ കർത്താവ് നൽകും. ഉറപ്പുള്ളവരുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. തുടർന്നുള്ള സമയങ്ങൾ പാസ്റ്റർ ലെനീഷ് നമ്മുടെ മധ്യേ വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. കരങ്ങളെ ചേർത്തടിച്ച് സ്വാഗതം ചെയ്യാം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് ചിരിക്കാവോ? മസിൽ പിടിച്ചിരിക്കല്ലേ, എനിക്ക് ശുശ്രൂഷിക്കാൻ പേടി, അതുകൊണ്ടാണ്. ആമേൻ. സന്തോഷമുള്ളവർ ദൈവത്തിൽ നിന്ന് മാത്രം കൊടുത്താണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയം വീണ്ടും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ദൈവം നമുക്കൊരുക്കി തന്ന ഈ നല്ല സാവകാശത്തിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നവർ പലരും ഇന്ന് ഈ പ്രഭാതം കാണാതെ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഇന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ നമ്മളെ ദൈവം ഇതിനകത്ത് കൂട്ടി വരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അതിനകത്തൊരു ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുവോ? ആമേൻ. ഹല്ലേലൂയ. വളരെ ശാന്തമായി തന്നെ നിന്നുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സത്യവചനം നിങ്ങളിലേക്ക് പകരുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഈ ആരാധനയുടെ ആരംഭ സമയം മുതൽ ഈ സമയം വരെയും നാം ദൈവ സാന്നിധ്യത്തിൽ ആയിരുന്നു. ആമേൻ. ദൈവ സാന്നിധ്യം നാം രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. രുചിച്ചറിഞ്ഞവർ എത്ര പേരുണ്ട്? കണ്ടിട്ട് നിങ്ങൾ ആരും രുചിച്ചറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രത്തോടും സ്തുതികളോടും വേണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ. നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഹല്ലേലൂയ. പ്രതികരിക്കുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം, പല പ്രതീക്ഷകളും പല കണക്ക് കൂട്ടലുകളും ഒക്കെ ആയിട്ട് രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന അനേകരുണ്ട്, അല്ലേ? നാളെ ഞാൻ രാവിലെ എണീറ്റ് ഇന്നത് ചെയ്യും, ഇന്നതുപോലെയൊക്കെ ആകും, ഇന്ന ജോലിക്ക് പോകും, ഞാൻ ഇന്ന് ബാങ്കിൽ നിന്ന് ATMിൽ നിന്നൊക്കെ എടുത്തു വെച്ച പൈസ നാളെ ഇന്നതിന് വേണ്ടി ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞ് കട്ടിലേലിരുന്നൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടന്ന അനേകർ നമ്മൾ ഈ അടുത്തിടയ്ക്ക് കണ്ടു. നൊടി നേരത്തിൽ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ആമേൻ. ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ അവസ്ഥ എപ്പോഴാണ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ആമേൻ. ഏത് സമയവും മരണമെന്ന മഹാസത്യം നമ്മളെ കടന്നു പിടിക്കും. ഹല്ലേലൂയ. മരിക്കുവാൻ ഭയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും എനിക്ക് ഭയമാണ്. ഒരിക്കലൊരു 95 വയസ്സുള്ളൊരു അപ്പച്ചൻ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ അപ്പച്ചൻ്റെ മകൾ ഒരു ചായയുമായിട്ട് കടന്നു വന്നു. ആ ചായയുമായിട്ട് കടന്നു വന്നപ്പോൾ ഈ അപ്പച്ചൻ ആ മോളെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക. അപ്പൊ മോള് ചോദിച്ചു, എന്താ അപ്പച്ചൻ ഇങ്ങനെ നോക്കുന്നത്? അതല്ല, ഞാനീ നോക്കിയത് കുറച്ച് നാൾ മുമ്പ് വരെ നിന്റെ അമ്മയായിരുന്നു എനിക്ക് ചായ കൊണ്ട് തന്നിരുന്നത്, ഇപ്പോൾ നീയാണ് എനിക്ക് കൊണ്ടു തരുന്നത്, ഇനിയും ആരെനിക്ക് കൊണ്ടു തരുമെന്ന് ചിന്തിക്കുകയായിരുന്നു. 95 വയസ്സുള്ള അപ്പച്ചൻ്റെ ആഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകം വിട്ടുപോകാൻ താല്പര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഈ ദൈവവചനം നിങ്ങളുടെ അകത്തേക്ക് കയറത്തുള്ളൂ. ആമേൻ. ചിലത് വഴിയിൽ വീഴും, ചിലത് പാറയിൽ വീഴും, ചിലത് നല്ല മണ്ണിൽ വീഴും. ഹല്ലേലൂയ. ഇന്ന് നല്ല മണ്ണായിട്ട് ഹല്ലേലൂയ ആണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. നല്ല മണ്ണെടുത്ത്, അഴുക്ക് മണ്ണ്, നല്ല മണ്ണെടുത്താണ് നമ്മളെ സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ ആ നല്ല മണ്ണിനകത്ത് വീഴുന്നത് എന്ത് സംഭവിക്കും? ഫലം കായ്ക്കും, ഫലം പുറപ്പെടുവിക്കും. ആമേൻ.
ഹല്ലേലൂയ. നാം എല്ലാവരും നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്, അല്ലെ? നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരല്ലേ? എന്തിനാ വിളിച്ചത്? ഇവിടെ കുറച്ചു നാളൊക്കെ ജീവിച്ച് സന്തോഷിച്ച് ആർമാദിച്ച് ഉല്ലസിച്ച് പെട്ടിക്കകത്ത് കയറി കിടക്കണം, അതിനാണോ? അതിനാണോ വിളിച്ചത്? അല്ല. അല്ല, നിങ്ങൾ പ്രതികരിച്ചോ, കുഴപ്പമില്ല. എനിക്ക് ഈ രീതിയിൽ മെസ്സേജ് കൊടുക്കുന്നതാണ് ഇഷ്ടം, പ്രതികരിക്കുന്നതാണ് ഇഷ്ടം. ഹല്ലേലൂയ. ഇപ്പൊ പെട്ടെന്ന് പെട്ടിക്കകത്ത് കയറി കിടക്കാനല്ല, പെട്ടിക്കപ്പുറത്തൊരു ജീവിതമുണ്ട്. പെട്ടിക്കപ്പുറത്തേക്കുള്ളൊരു ജീവിതത്തിന് വേണ്ടിയാണ് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ. നമ്മളിന്ന് പാടി, അവൻ ആൽഫയാണ് ഒമേഗയാണ്, അവൻ ആദ്യനാണ് അന്ത്യനാണ്. ഹല്ലേലൂയ. തിരുവചനം ബൈബിൾ ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ ബൈബിളിലെ കാതലായ വിഷയം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ് ഒന്ന്. രണ്ടാമത് എന്താണെന്നറിയാമോ? പിതാവായ ദൈവത്തോട് കൂടെയുള്ള വാസം. കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു. രണ്ട്, പിതാവായ ദൈവത്തോട് കൂടെയുള്ള വാസം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. അത് ഇച്ചിലൂടെ അടുക്കും ചിട്ടയുമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് ആ പാട്ടിനകത്തുണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് തന്നെ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. ആരാ പറഞ്ഞേ? കർത്താവ്. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. അന്ന് കുത്തിത്തുളച്ചവർ എന്ത് ചെയ്യുന്നു? അവനെ കാണും. തുടങ്ങുന്നതും കർത്താവിന്റെ വരവിനെ കാണിച്ചത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് 22-ാം അധ്യായം അതിന്റെ 7, 12, 20. വെളിപ്പാട് പുസ്തകം 22-ന്റെ 7-ാം വാക്യവും 20-ാം വാക്യം 12-ാം വാക്യവും 20-ാം വാക്യങ്ങളിലും കാണാൻ കഴിയും, ഇതാ ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവ് വേഗം വരുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷമില്ലേ? ആമേൻ. ഹല്ലേലൂയ. ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാനായിട്ടിരിക്കരുതേ. ഹല്ലേലൂയ. നാം നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യം ഇന്ന് നിങ്ങളിലേക്ക് പകരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും. ഹല്ലേലൂയ. ഇന്ന് പല പ്രമുഖരും പല സയന്റിസ്റ്റുകളും പല ഉന്നതന്മാരും കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ലോകം മുഴുവനും കണ്ടതായ ഏക സത്യ ദൈവം, ഹല്ലേലൂയ, അയച്ചതായ പുത്രൻ ഇന്ന് കല്ലറയ്ക്കകത്തില്ല. അവന്റെ കല്ലറ മാത്രം ഇന്ന് തുറന്നു കിടക്കുന്നു. ഹല്ലേലൂയ. അവൻ ഇന്ന് അവിടെ ഇല്ല. പലരും വരാമെന്ന് പറഞ്ഞിട്ട്, ഹല്ലേലൂയ, പലരും കല്ലറയ്ക്കകത്തേക്ക് മാറിപ്പോയപ്പോൾ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ കല്ലറയ്ക്കകത്ത് ഒതുക്കുവാൻ കഴിയത്തില്ല. ഞാൻ പാതാളത്തെയും മരണത്തെയും ജയിച്ചവനാണ്. ഞാൻ ഇതാ വേഗം വരുന്നു. എന്തിനാ വരുന്നേ? അറിയാമോ നിങ്ങൾക്ക്? എന്തിനാ വരുന്നേ? നമ്മളെ ചേർക്കുവാൻ, മണവാട്ടിയാം സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. ഏതാനും ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ, ഏതാനും ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്, അല്ലേ? നമ്മളൊക്കെ അച്ഛാ, ഭാര്യയെ, മോളെ, മക്കളെ എന്നൊക്കെ വിളിച്ച് താലോലിച്ച് സ്നേഹിച്ച് കൊണ്ടു നടക്കുന്ന വ്യക്തികൾ ഈ ലോകത്ത് നിന്നും മാറ്റപ്പെട്ട് കഴിയുമ്പോൾ കുറച്ചു നേരം പറയും, എൻ്റെ അച്ഛൻ പോയി. പെട്ടിക്കകത്ത് കിടക്കുന്ന ഡെഡ് ബോഡിയെ നോക്കിക്കൊണ്ട് പറയും, എൻ്റെ അച്ഛൻ എന്ന് പറയത്തില്ല, ബോഡി എപ്പോഴാണ് എടുക്കുന്നേ? കുറച്ചു നേരം വരെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാ. കുറച്ചു നേരം വരെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി പെട്ടിക്കകത്ത് കയറി കഴിഞ്ഞപ്പോൾ എന്തായി? വെറും ബോഡി. പേര് പോലും പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ മണ്ണായ ശരീരത്തിന് എന്തു വിലയാണുള്ളത്? അകത്ത് കിടക്കുന്ന ആത്മാവ്, അകത്തെ മനുഷ്യനാണ് വിലയുള്ളത്. ഇന്ന് നാം ഓടുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ എന്തിനാ? നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അകമയുള്ള മനുഷ്യൻ ശയിച്ചുകൊണ്ടിരിക്കുന്നു. അകമയുള്ള മനുഷ്യനെ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ബലപ്പെടുത്തിയെടുക്കണം.
ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മെ എല്ലാം വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? നിത്യതയ്ക്ക് വേണ്ടിയാണ്. നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട നാം സത്യസുവിശേഷം അറിയാതെ പോകരുത്, സത്യസുവിശേഷം കേൾക്കാതെ പോകരുത്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച ഒരു വിഷയം, കർത്താവ്, ഞാൻ ഈ ദൈവസഭയോട് എന്ത് വചനമാണ് കൊടുക്കേണ്ടത്? ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നാം വാഗ്ദത്തത്തിന്റെ മെസ്സേജുകൾ കേട്ടുകൊണ്ടിരുന്നു. ഈ വാഗ്ദത്തങ്ങളൊക്കെ നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് തരും. ആമേൻ. സത്യത്തിലും ആത്മാവിലും വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവമക്കളെ കരുതുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ആരും ഉറങ്ങരുത്, ദയവ് ചെയ്ത് ആരും ഉറങ്ങരുത്. നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പിശാച് വന്ന് താരാട്ട് പാടിക്കൊണ്ടിരിക്കുക. കാരണം ഈ സത്യവചനം കേൾക്കരുത്. ആമേൻ. ഹല്ലേലൂയ. ഉറക്കമുള്ളവർ എണീറ്റ് നിന്ന് ധൈര്യമായിട്ട് ഹല്ലേലൂയ പറഞ്ഞോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യവചനം അകത്ത് കയറ്റുവാൻ പിശാച് സമ്മതിക്കത്തില്ല. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ആമേൻ. ഈ സത്യ സുവിശേഷം ആരാ പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തുവാണ് സത്യ സുവിശേഷം ഈ ഭൂമിയിൽ ആദ്യം പറഞ്ഞത്. എന്താണ് ആ സുവിശേഷം? മത്തായിയുടെ സുവിശേഷം നമുക്ക് എടുക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഞാൻ ആദ്യമേ പറഞ്ഞു, അവൻ മേഘാരൂഢനായി വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. അവൻ കള്ളനെ പോലെ വരും. ഏത് സമയത്ത് നനച്ചിരിക്കാത്ത നാഴികയിൽ നമ്മൾ എത്ര ഗോദരേജിന്റെ താഴിട്ട് പൂട്ടിയാലും മരണമെന്ന മഹാസത്യം നമ്മളെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് ഹല്ലേലൂയ ഭൂമിയിലേക്ക് ആഗതനാകുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ, ഹല്ലേലൂയ നാം ഈ ലോകം വിട്ടു പോയേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അതിനു മുമ്പ് ഹല്ലേലൂയ അതെപ്പോഴാണ് സംഭവിക്കുന്നത്? രാജ്യത്തിന്റെ ഈ സുവിശേഷം, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. എന്താ അവസാനം ഉണ്ടാകാത്തെ? എന്താ അവസാനം ഉണ്ടാകുന്നത്? നമ്മളെക്കാട്ടിലും വിഷമിച്ച് കിടക്കുന്ന കുറച്ച് പേരുണ്ട്, മുന്നമേ മരിച്ച വിശുദ്ധന്മാർ. അവരൊക്കെ ഇപ്പോൾ വിശ്രമ സ്ഥലത്താ. അവരൊക്കെ കർത്താവ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കയറിപ്പോകായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കുന്നത് എന്താണോ അറിയോ? കുറച്ചുകൂടെ കഴിഞ്ഞാൽ മതി, പിള്ളേരുടെ വിദ്യാഭ്യാസം കഴിയട്ടെ, കുറച്ചുകൂടെ ജോലിയൊക്കെ ഒന്ന് മുന്നോട്ട് പോയിക്കോട്ടെ, കുറച്ചുകൂടെ ഒന്ന് സമ്പാദിക്കാനുണ്ട്, ലോണൊക്കെ അടച്ചു തീരണ്ടേ. അങ്ങനെ നമ്മൾ ഈ ഇഹലോകത്തിന്റെ കാര്യങ്ങളിലേക്ക് ചിന്തിച്ച് എന്ത് ചെയ്യുന്നു? ദൈവം വെച്ചിരിക്കുന്ന ആ നിത്യമായ രാജ്യത്തിന്റെ അവകാശത്തിൽ നിന്നും മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ജാതി മത ഭേദമന്യേ എല്ലാവരിലും എന്ത് ചെയ്യുന്നു? ഇത് സുവിശേഷിക്കും. ആ രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കാനാണ് ഇന്ന് കർത്താവ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞത്, ഹല്ലേലൂയ, നിങ്ങൾ സുവിശേഷം എങ്ങനെ അറിയിക്കണം? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് ഘോഷിക്കണം. ഇത് കേട്ടിട്ട് അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ കാലിലെ പൊടി തട്ടിയിട്ടിട്ടെങ്കിൽ പോരണം. എന്ത് ചെയ്യണം? കാലിലെ പൊടി തട്ടിയിട്ടിട്ട് അവിടുന്ന് പോരണം. ഹല്ലേലൂയ. അന്ന് പറഞ്ഞത് ഇന്നും ആരും മനസ്സിലാക്കുന്നില്ല. അന്ന് ദൈവരാജ്യം സുവിശേഷിച്ചു, മാനസാന്തരപ്പെടണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ചിലർ പറയുന്നത് ദൈവരാജ്യം സമാപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമാപിച്ചില്ല, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നാം ഓരോ ദിവസവും ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാം ഹല്ലേലൂയ ഈ ജീവിതയാത്രയിൽ 2 ക്യൂവിലാണ്. ഏതൊക്കെയാ ക്യൂ എന്നറിയാമല്ലോ? ഹല്ലേലൂയ. ഒരു എൻട്രി ഉണ്ട്, ഒരു എക്സിറ്റും ഉണ്ട്. ഒരു എൻട്രി ഉണ്ട്, ഒരു എക്സിറ്റും ഉണ്ട്. ഏതാണ് ആ 2 ക്യൂ? ജനിക്കാൻ വേണ്ടി ഒരു ക്യൂ, ജനിക്കാൻ വേണ്ടി ഒരു ക്യൂ. ഇങ്ങനെ നിൽക്കുമ്പോൾ ജനിച്ചു വീണു. ജനിച്ചു വീണ വ്യക്തി അറിയാതെ അടുത്ത ക്യൂവിലേക്ക് കയറി നിൽക്കുക. ഏതാ? മരണമെന്ന ക്യൂ. ഈ 2 ക്യൂവില് ഒന്നാമത്തെ ക്യൂ
കഴിഞ്ഞ് ജനിച്ചിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അടുത്തത് മരണത്തിലേക്കുള്ള ക്യൂവിലേക്ക് നാം പ്രവേശിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ലോകം നമുക്കുള്ളതല്ല. ഇവിടെ ജനിച്ചു വീണത് ദൈവത്തിന്റെ പർപ്പസ്, ദൈവത്തിന്റെ ഉദ്ദേശം, സ്വർഗരാജ്യം, ഈ രാജ്യത്തിന്റെ സുവിശേഷം നിങ്ങളിൽ അറിയിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ നിത്യജീവനെ മടക്കി തരുവാൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ പാപത്തിൽ നിങ്ങൾ ജനിച്ചു. ഹല്ലേലൂയ. ഇത് ഈ രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവസാനമുണ്ടാകും. അന്ന് ഡോളറോ ദർഹമോ ജോലിയോ പ്രതാപമോ ഇന്ന് സമ്പാദിച്ചു കൂട്ടിയതൊന്നും എന്തില്ല, പ്രയോജനം വരത്തില്ല. ഇന്ന് കാണുന്ന ഗവൺമെന്റ് ഇവിടെ കാണത്തില്ല. എന്നാൽ ഹല്ലേലൂയ, യെരൂശലേം തലസ്ഥാനമാക്കിക്കൊണ്ട് നസ്രനായ യേശു രാജാതി രാജാവായി വാഴും. നിങ്ങൾക്ക് സന്തോഷമില്ല? കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി വാഴും. സന്തോഷമില്ല? ആ രാജാവായി വാഴുമ്പോൾ നാമും രാജാവാണെങ്കിലോ? രാജാവായി വാഴുമ്പോൾ നാമും രാജാവാണ്. അല്ലേ? അല്ലേ? ആമേൻ. ഹല്ലേലൂയ. നമ്മളും കർത്താവിന്റെ കൂടെ വാഴും. വാഴും. പറഞ്ഞേ, വാഴും. പകലിനെ വാഴുവാൻ സൂര്യനെ സൃഷ്ടിച്ചു, രാത്രിയെ വാഴുവാൻ ചന്ദ്രനെ സൃഷ്ടിച്ചു, ഭൂമിയെ വാഴുവാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. പകൽ സൂര്യൻ വാഴുന്നുണ്ട്. ഉണ്ടോ? സൂര്യനെ കാണാതിരിക്കുന്നുണ്ടോ നിങ്ങള്? രാത്രിയിൽ ചന്ദ്രൻ വാഴുന്നുണ്ട്. ഉണ്ടോ? മൂന്നാമത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാ? ഭൂമിയെ വാഴാൻ. സംശയമാണോ? സംശയമാണോ? സംശയമുണ്ടോ? നിങ്ങളെ എന്തിനാ സൃഷ്ടിച്ചത്? ആണോ? സംശയമുള്ളവരൊന്ന് കൈവക്കാവോ? സംശയമുണ്ട്, കൈവക്കി. ഉൽപ്പത്തി പുസ്തകം, സംശയമുള്ളതുകൊണ്ട് മാത്രം അതിലേക്കൊന്ന് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഇവിടെ പറയുന്നത് നാം ആരാ? ദൈവം എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 പേരുടെയും സാന്നിധ്യത്തിലാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സ്വരൂപത്തിൽ, പുത്രന്റെ സ്വരൂപത്തിൽ, പരിശുദ്ധാത്മാവിന്റെ സ്വരൂപത്തിൽ എന്ത് ചെയ്യുന്നു? അവന്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഉണ്ടാക്കിയിട്ട് എന്താ പറയുന്നത്? സർവഭൂമിയിന്മേലും, മുഴുവൻ ബാക്കി സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വായിച്ചാൽ മതി. സർവഭൂമിയിന്മേലും ഭൂമിയിലടയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ. മനുഷ്യനെ ഉണ്ടാക്കിയത് എന്തിനാ? മനുഷ്യനെ ഉണ്ടാക്കിയത് എന്തിനാ? അറിഞ്ഞേ, വാഴാൻ. ഒന്നുകൂടെ ഞാൻ തെളിയിക്കാം. അതിന്റെ 28-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. ദൈവം അവരെ അനുഗ്രഹിച്ചു. മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം, മനുഷ്യനെ ഉണ്ടാക്കിയതിന്റെ പർപ്പസ് ഈ ഭൂമിയെ വാഴുക. ഈ വാഴാൻ പറഞ്ഞിട്ട് വെറുതെ അങ്ങ് പറയുമല്ലായിരുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിക്കുന്നേ? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി. ആമേൻ. അപ്പൊ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി, ആ അനുഗ്രഹം എല്ലാവരും ഏറ്റുവാങ്ങി. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുന്നുണ്ട്, ഭൂമിയിൽ നിറയുന്നുണ്ട്. എന്നാൽ അടുത്ത കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. അതിനെ അടക്കി. അതിനെ അടക്കി. സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂജല ജന്തുന്മേലും അടക്കി വാഴുന്നില്ല. അടക്കി വാഴുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായവും പിതാവായ ദൈവത്തിന്റെ ദർശനമാണ്. പിതാവായ ദൈവത്തിന്റെ ദർശനമാണ് 1-ാം അധ്യായവും 2-ാം അധ്യായവും. എന്നാൽ ഈ ദർശനത്തെ തെറ്റിച്ചു കളയുവാൻ വേണ്ടി
ആര് കടന്നു വന്നു? പിശാച് കയറി വന്നു. ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്ന ഓഫറുകൾ നൽകി ആദാം ഹവ്വയ്ക്ക് എന്ത് ചെയ്തു? ഹവ്വയ്ക്ക് ഓഫറുകൾ നൽകി എന്ത് ചെയ്യുന്നു? പാപത്തിലേക്ക് വീഴ്ത്തി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം വാഴാനാക്കി വെച്ചിരുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? പാപത്തിൽ അകപ്പെട്ടിട്ട് പിശാച വാഴ്ച ഏറ്റെടുത്തു. ഇന്ന് ലോകം ഭരിക്കുന്നത് ആരാ? ഇന്ന് ലോകം ഭരിക്കുന്നത് ആരാ? ലോകത്തിന്റെ പ്രഭു ആരാണ്? ലോകത്തിന്റെ പ്രഭു പിശാച്. എന്നേക്കും മരണമില്ലാതെ ഭൂമിയിൽ നിന്നും മണ്ണെടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ചാക്കി. എന്നിട്ട് നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു. ദൈവം പറഞ്ഞു തിന്നരുത്, തിന്നാ നീ മരിക്കും. പിശാച് ഓഫർ കൊടുത്തു, തിന്നുക നീ ജീവിക്കും. ദൈവം എന്തു പറഞ്ഞോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് പിശാച് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഹല്ലേലൂയ. 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം എന്ന് എടുത്താട്ടെ. പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ആദ്യം ദൈവം പറഞ്ഞത് എന്താ? നിങ്ങൾ മരിക്കും. പാമ്പ് പറയുന്നത് എന്താ? പിശാച് പറയുന്നത് എന്താ? മരിക്കയില്ല നിശ്ചയം എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാത്തത് കൊണ്ട് ഔവാമ്മച്ചിക്ക് വീണ്ടും ഒരു ഓഫർ കൊടുക്കുക. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെയാകുകയും ചെയ്യും. ലൂസിഫറിന്റെ പരിപാടിയാണ്. ലൂസിഫറിന്റെ പരിപാടി അത്. നിങ്ങളെ വീഴ്ത്തുവാൻ പിശാച് നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ എന്ത് കൊണ്ടുവരും? മോഹം കൊണ്ടുവരും. എന്തുകൊണ്ടുവരും? മോഹം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണം. ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും. പിശാച് പറഞ്ഞു മരിക്കയില്ല. ദൈവം പറഞ്ഞ മരണം എന്താ? ദൈവം പറഞ്ഞ മരണം ഏതാ? ജഡിക മരണമാണോ? ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ ഹവ്വ എന്നേരം മരിച്ചായിരുന്നോ? ആദാം എന്നേരം മരിച്ചോ? അവര് മരിച്ചു. ആത്മാവിൽ മരിച്ചു. ദൈവത്തിന്റെ തേജസ് അവരിൽ നഷ്ടമായി. ദൈവത്തിന്റെ തേജസ് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെന്താ? മരണം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഈ മണ്ണായ ഉടുപ്പ് ധരിപ്പിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാ? അകത്തൊരു ആത്മാവിനെ നൽകിയിട്ടുണ്ട്. അതിനെ കർത്താവിന്റെ വരവ് വരെ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? വിശുദ്ധിയോടെ സൂക്ഷിക്കണം. കറയും വാട്ടവും മാലിന്യവും ഒന്നും ഈ ലോകത്തിന്റെ ഒന്നും ഇതിലേക്ക് കയറാൻ പാടില്ല. അന്ന് ദൈവം ഭൂമിയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു. മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പോൾ എന്തായി തീർന്നു? അവർ ദേഹിയായി തീർന്നു. എന്നാൽ നിത്യജീവനെ നൽകിയ, അനന്ത ജീവനെ നൽകിയ ആ ജീവൻ എന്ത് ചെയ്തു? ഓഫറുകൾ നൽകി നഷ്ടപ്പെടുത്തി കളഞ്ഞു പിശാച്. അതിനെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി 1-ാം അധ്യായവും 2-ാം അധ്യായവും യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ ദർശനമായിരിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ പാപം ചെയ്തതിനു ശേഷം 3-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്നെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഹല്ലേലൂയ. ആരെ കുറിച്ചുള്ള വെളിപ്പാടാ? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാ. ആരാ പിശാചിന്റെ തലയെ തകർത്തത്?
ആരാ പിശാചിന്റെ തലയെ തകർത്തത്? യേശു ക്രിസ്തു തലയെ തകർത്തു. എന്നിട്ട് കേറിപ്പോയി. എന്നിട്ടെന്ത് പറഞ്ഞേ? ശത്രുവിനെ നിങ്ങളുടെ പാദപീഠമാക്കുവോളം ഞാൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇനി നമ്മുടെ ജോലി എന്താ? ശത്രുവിനെ പാദപീഠം ആക്കണം. ഇന്ന് ലോകത്തിന്റെ മോഹങ്ങൾ കൊണ്ടിട്ട് പിശാചിന്റെ പാദപീഠത്തിൽ നമ്മളെ കൊണ്ടാക്കിയിരിക്കുക. ലോകം വേണ്ടെന്നല്ല, ലോകം വേണം, പക്ഷെ ലോകത്തിന് അനുരൂപമാകരുത്. അങ്ങനെ ആയാൽ എന്താ സംഭവിക്കുന്നത്? നിത്യത നഷ്ടപ്പെടും. അതിനു വേണ്ടിയാണ് വിളിച്ചത്. അത് നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. ആമേൻ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറണം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ ഒരുവന്റെ ഇഷ്ടം ചെയ്യണം. ആ ഇഷ്ടം ആരുടെയാ? സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. ഇത് ആരാ പറയുന്നേ? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു കൊടുക്കുക. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനും അല്ല. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്നറിയാവോ? ഹല്ലേലൂയ. ഇന്ന് മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ പറഞ്ഞിട്ട്, ഭൂമിയെ വാഴാൻ പറഞ്ഞിട്ട്, ആ വാഴ്ച മുഴുവൻ നഷ്ടമാക്കി ഇന്ന് പിശാചിന്റെ പിടിയാൽ അകപ്പെട്ട്, പിശാചിന്റെ കുടുക്കിൽ അകപ്പെട്ട്, സ്വന്തം മോഹങ്ങളിൽ നടന്ന് ഹല്ലേലൂയ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. എന്നിട്ടും കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ചില വ്യക്തി ജീവിതങ്ങളെയാണ് പറയുന്നത്. തേജസ് നഷ്ടപ്പെട്ടിട്ടും അറിഞ്ഞിട്ടില്ല. ഇന്നും കൈയടിക്കുന്നുണ്ട്, ഇന്നും ആരാധിക്കുന്നുണ്ട്, ഇന്നും പാട്ടുപാടുന്നുണ്ട്, ഇന്നും അന്യഭാഷ പറയുന്നുണ്ട്, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, യേശുവിന്റെ നാമത്തിൽ രോഗം സൗഖ്യമാകുന്നുണ്ട്. എന്നാൽ അടുത്ത വാക്യം പറയുന്നത് ശ്രദ്ധിച്ച 22-ാമത്തെ വാക്യം, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തു. അന്നാളിൽ പലരും പറയും, എന്താ സംഭവിച്ചെന്നറിയാവോ? ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയത് അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയെന്നറിയോ? ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ മരിക്കും നിശ്ചയം. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ മരിക്കും നിശ്ചയം. ഒരിക്കൽ മരണപ്പെട്ടു പോയ നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വന്നത് മരിച്ച നിങ്ങൾക്ക് നിത്യജീവനെ നൽകാനാ. മരിച്ച നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? നിത്യജീവനെ നൽകാനാ. ഈ നിത്യജീവനെ നൽകുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യപ്രകാരം കർത്താവ് എന്റെ രക്ഷകനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറഞ്ഞവരാ നാം ഓരോരുത്തരും. എന്നിട്ട് എങ്ങോട്ടാ പോന്നേ? ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഓടി നടക്കുകയാ. ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഓടി നടന്നിട്ട് എല്ലാ ശനിയാഴ്ചയും അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2-2.5 മണിക്കൂർ വന്ന് കൈയടിച്ചത് കൊണ്ടോ, ആരാധിച്ചത് കൊണ്ടോ, പ്രാർത്ഥിച്ചത് കൊണ്ടോ, അഭിഷേകത്തിൽ നിന്നത് കൊണ്ടോ, ഭൂതങ്ങളെ പുറത്താക്കിയത് കൊണ്ടോ നിങ്ങളെ ദൈവം അറിയണമെന്നില്ല. ആ ഒരു അവസ്ഥ എന്താലേ? ആ ഒരു അവസ്ഥ ചിന്തിക്കുന്നുണ്ടോ? അവസ്ഥ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ ഇല്ലേ? നിങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ അംഗീകരിച്ചാലും കൊള്ളാം, അംഗീകരിച്ചില്ലേലും കൊള്ളാം, രാജ്യത്തിന്റെ ഈ സുവിശേഷം ഇവിടെ പ്രസംഗിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ ലോകം മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ദൂതന്മാർ പറന്ന് 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 ഹല്ലേലൂയ ലോകത്തിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയാവോ? അത് ഇന്ന് യൂട്യൂബ് ഒന്നും വെറുതെ വന്നതല്ല. ഇന്ന് ഇന്റർനെറ്റിലൂടെ, ഈ മാധ്യമങ്ങളിലൂടെ എല്ലാം സുവിശേഷം അറിയിക്കുന്നത് എന്താ? ദൈവത്തിനൊരു പദ്ധതിയാ. ഈ ലോകം മുഴുവനും രാജ്യത്തിന്റെ സുവിശേഷം. ഇന്ന് ഈ രാജ്യത്തിന്റെ സുവിശേഷം അത് കർത്താവിന്റെ ദർശനമാണ്. ഇന്ന് ദർശനം നഷ്ടപ്പെട്ടവർ സഭയ്ക്കകത്തുണ്ട്. എന്താ? രാജ്യത്തിന്റെ സുവിശേഷം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി.
സ്വർഗരാജ്യം എന്ന സത്യം എല്ലാവരും അങ്ങോട്ട് പോകാനായിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് പോകാൻ ചില വ്യവസ്ഥകൾ, കണ്ടീഷൻ ദൈവം വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങോട്ട് കയറാൻ പറ്റുമോ? പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ടെന്ന് വെച്ചോണ്ട് അങ്ങോട്ട് കയറാൻ പറ്റുമെന്നാണോ നിങ്ങളുടെ വിചാരം? സ്നാനപ്പെട്ടത് കൊണ്ട് സ്വർഗത്തിൽ കയറാമെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അത്ഭുത പ്രവർത്തികൾ ചെയ്ത വ്യക്തികളായി നിൽക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, എല്ലാം യേശുവിന്റെ നാമത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഇന്ന് ആത്മീയ ഗോളം ഒരു അഭിനയമാക്കി മാറ്റിയിരിക്കുകയാണ്. പൗലോസ് തുവാല വീശിയപ്പം താഴെ വീണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പലരും എന്താ ചെയ്യുന്ന? താഴെ വീഴ്ത്താൻ, ഉന്തി വീഴ്ത്തുവാൻ വേണ്ടി വ്യക്തപ്പെടുകയാണ്. ആരുടെ പേരിലാ? യേശുവിന്റെ പേരിൽ. ആ യേശു ഏതാ? കള്ളക്രിസ്തു. നാം അറിയാതെ ആ കള്ളക്രിസ്തുവിനെ കയറ്റിക്കൊണ്ട് വന്നിരിക്കുകയാ. കള്ളക്രിസ്തു ആരാ? പിശാച്. ഹല്ലേലൂയ. ദൈവരാജ്യം നഷ്ടമാക്കുന്നത് പിശാചാണ്. അതാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ഏദൻ തോട്ടത്തിൽ നിത്യമായി ജീവിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് സകലത്തിന്മേലും വാഴാൻ ഏൽപ്പിച്ചിട്ട് ഒരു ഓഫർ കൊടുത്ത് നഷ്ടപ്പെടുത്തി ആ ജീവൻ. എന്നിട്ട് ഇന്ന് ആ യേശുവിന്റെ നാമത്തിൽ പല അത്ഭുത കാര്യങ്ങളും ഇന്ന് ലോകമെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ദൈവത്തിന്റെ മുമ്പാകെ ചെല്ലുമ്പോൾ പറയുന്ന കാര്യമാണ്. ആ നാളിൽ എന്നോട് പലരും പറയും, ദൈവമേ, കർത്താവേ, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ, ഞാൻ ഓടിച്ചെന്നപ്പം തോണ്ട ഒരാൾ താഴെ പോയതല്ലേ, ആ രോഗം സൗഖ്യമാക്കിയതല്ലേ, ഇതെല്ലാം ഞാൻ നിന്റെ നാമത്തിൽ ചെയ്തതല്ലേ. അടുത്ത വാക്യം, 23-ാം വാക്യം. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കർത്താവ് ഇത് എന്തു വർത്താനം ഈ പറയുന്നേ? ഇത് ശരിയാണോ? അതെന്നാ പരിപാടിയാ? ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കാരണം അധർമ്മം പ്രവർത്തിച്ചു. അധർമ്മം പ്രവർത്തിച്ചു. എബ്രായ ഭാഷയിൽ അധർമ്മത്തിന് ലോ ബ്രേക്കേഴ്സ്, നിയമലംഘികൾ, ലോ ബ്രേക്കേഴ്സ്. എന്താ നിയമം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ ആരാധിക്കണം. ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ല. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കും. പിതാവിന്റെ ഇഷ്ടം ചെയ്യാതെ സ്വന്തം പേരും പോസ്റ്ററും അടിച്ച് ഫ്ലെക്സും ഇട്ട് സ്വന്തം പേരിന് മഹത്വം കൊടുത്തുകൊണ്ട് അത്ഭുത കാര്യങ്ങൾ, വീരപ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി ലക്ഷങ്ങളെ വഞ്ചിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് കൂട്ടിവരുത്തി അവരുടെ ദശാംശവും അവരുടെ ഓഹരികളും വാങ്ങിച്ചു കൂട്ടി ഈ ലോകത്തിന്റെ പ്രതാപത്തിൽ ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അവർ ഈ ഭൂമിയിൽ നടമാടിക്കൊണ്ടിരുന്നപ്പോൾ, ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, അത്ഭുത കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരറിഞ്ഞിരുന്നില്ല, ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇവിടെയുള്ള 500 ദറംസിന്റെയും 1000 ദറംസിന്റെയും കോപ്പി നമ്മുടെ കയ്യിൽ വന്നാൽ ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയത്തില്ല. അറിയാവോ? ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. പക്ഷെ ബാങ്കിൽ ചെന്നാൽ എന്താ സംഭവിക്കുന്നത്? ബാങ്കിൽ ചെന്നാ പിടിക്കും. ഒറിജിനൽ ക്രിസ്തു നിൽക്കുമ്പോൾ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിരിക്കുക. ആ ഡ്യൂപ്ലിക്കേറ്റിനെ വെച്ചിട്ട് ഈ ഭൂമിയിൽ പല കാര്യങ്ങളും നടക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭൂമിയിൽ പല കാര്യങ്ങളും നടക്കും. നിങ്ങൾക്ക് പേര് കിട്ടും, നിങ്ങൾക്ക് പ്രശസ്തി കിട്ടും. ഈ ഭൂമിയിൽ പേരും പ്രശസ്തി ഉള്ളവൻ അവിടെ ഇല്ല. ഒറിജിനൽ അടുത്ത് ചെന്നപ്പോൾ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അയ്യോ, ഞാൻ യേശുവിന്റെ നാമത്തിലല്ലേ ഭൂതങ്ങളെ പുറത്താക്കിയത്?
ഞാൻ യേശുവിന്റെ നാമത്തിലല്ലേ പ്രവചിച്ചത്, ഞാൻ യേശുവിന്റെ നാമത്തിലല്ലേ വീരപ്രവർത്തികൾ ചെയ്തത്. എന്നിട്ട് എന്നോട് യേശുവേ ഇതെന്താ ഈ പറയുന്നേ? ഗെറ്റ് ഔട്ട്. അധികം സംസാരമൊന്നുമില്ല, അധികം സംസാരമൊന്നുമില്ല. കാരണം നിനക്ക് തന്ന 70-80 ആയുസ് നീ ഭൂമിയിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി ദൈവം നിർത്തിയിട്ട് നീ അത് ചെയ്യാതെ ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെട്ട് ലോകത്തിന്റെ പ്രശസ്തിയും പേരും നേടിയിട്ട് നീ എന്റെ മുമ്പിൽ വന്ന് നിന്നാൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നീ ഗെറ്റ് ഔട്ട് അടിക്കുന്നതിന് എന്നെ വിട്ടു പോകുവീനെന്ന് തീർത്തു പറയും. എന്നെ വിട്ടു പോകുവീനെന്ന് തീർത്തു പറയും. നാം ഒരു നാൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാൻ നിയമങ്ങളെല്ലാം പാലിച്ച് സെറ്റായിട്ടിരിക്കുകയെന്ന് വിചാരിക്കരുത്. എല്ലാം കർത്താവ് ചെയ്തോളും, ഞാനും കർത്താവിന്റെ നാമത്തിലെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക. അവിടെ ചെന്നപ്പോൾ ഒന്നും അറിയത്തില്ല, ദൈവത്തെ അറിയത്തില്ല, കാരണം ദൈവത്തിന് അറിയത്തില്ല അവരെ. ഇന്ന് പലർക്കും ദൈവത്തെ അറിയാം, ദൈവം അവരെ അറിയുന്നില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച്. ലോകത്തിന്റെ സൃഷ്ടാവ്, സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവ് പറയാണ്, ഞാൻ നിങ്ങളെ അറിയത്തില്ല. എന്താ കാരണം? അത് അറിയുന്നില്ലായിട്ടാണോ? യഥാർത്ഥത്തിൽ അറിയാഞ്ഞിട്ടാണോ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാത്തവൻ അറിഞ്ഞിട്ട് എന്താ കാര്യം? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ് നമ്മളെ വിളിച്ചത്, വേർതിരിച്ചത്. നിത്യതയ്ക്കായി വേർതിരിച്ചത് എന്തിനാ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാ. ഇന്ന് നാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നുണ്ടോ? ദൈവത്തിന്റെ ഇഷ്ടമാണോ നാം ചെയ്യുന്നത്? സ്വർഗരാജ്യം അവകാശമാക്കണ്ടേ? ഇങ്ങനെ വന്നിരുന്ന സ്വർഗത്തിലേക്ക് പോകാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇന്ന് കാഹളം ധ്വനിച്ചാൽ, ഇന്ന് കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോവോ? പോകുമെന്ന് ഉറപ്പുള്ളവർ കരമെന്ന് ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം അത് ചെയ്യാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്, മറ്റൊന്നും ചെയ്യാനല്ല. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം എന്താ? മനുഷ്യരോട് കൂടെയുള്ള വാസം. അതിനു വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ആ വാഴ്ച, ആ വാസം നഷ്ടപ്പെട്ടു പോയി. ആ ഒരു പ്രവൃത്തി ദൈവം ചെയ്തതിനെ വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഞാൻ പറയുന്നതല്ല. യേശുക്രിസ്തു സ്വയമേ ഒന്നും ചെയ്തിട്ടില്ല. യേശുക്രിസ്തു ചെയ്തത് മുഴുവൻ ആരുടെ ഇഷ്ടമായിരുന്നു? പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമാ. അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ആമേൻ. ഞാൻ എന്റെ ഇഷ്ടമല്ല, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ആണ് ഭൂമിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സ്വയമേ വന്നതുമല്ല. പിതാവായ ദൈവം പറഞ്ഞു പോകാൻ എന്നെ അയച്ചതാണ്. അയച്ചവന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് തന്റെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. സന്തോഷിച്ചോ? സന്തോഷിച്ചോ? ഈ ജീവന് വേണ്ടി നിങ്ങളെല്ലാം സ്വരൂപിച്ചു കൂട്ടിക്കോ. KG1, KG2, 10ാം ക്ലാസ്, +2, ഡിഗ്രി, എഞ്ചിനീയർ. ഹല്ലേലൂയ. ഈ ലോകമെല്ലാം നേടി 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 ലാസ്റ്റിൽ എന്ത് സംഭവിച്ചു? എന്തെങ്കിലും നേടിയോ? ലാസ്റ്റിൽ എന്ത് പറ്റി? പെട്ടിക്കകത്ത് കയറി മൂക്കി പഞ്ഞിയും കിടത്തി കിടക്കുക. എന്ത് നേടി? ലോകം നേടി. ലോകം നേടിയിട്ട് എന്ത് നേടി? ലോകം നേടിയിട്ട് എന്ത് നേടി? ഒന്നും നേടിയില്ല. ഇന്ന് ഈ രാജ്യത്തിന്റെ സുവിശേഷം എന്തിനാ വിളിച്ചു പറയുന്നറിയാമോ? നിങ്ങൾ ലോകം നേടിക്കോ. ലോകം നേടുന്നതിനോടൊപ്പം സ്വർഗരാജ്യം കൈവിട്ട് കളയരുത്. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ഇന്ന് അതില്ല.
ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചൊരു ബോധ്യമില്ല. ഇന്ന് പല സഭകളിലും ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നില്ല. കാരണം പിശാച് ഇത് മറച്ചിട്ടിരിക്കുകയാ. സ്വർഗരാജ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിയാ. യെസ്, സ്വർഗരാജ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം എന്ന് എടുക്കാമോ? പെട്ടെന്ന് തന്നെ ദൈവസന്നിധിയിലിരിക്കാം. മുഴുവൻ എടുക്കാൻ സമയമില്ല. ഇത് വലിയൊരു സബ്ജക്റ്റാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു. കണ്ടിട്ട് എന്ത് ചെയ്തു? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാമത്തെ വാക്യമാണ്. അതൊരു മനുഷ്യൻ കണ്ടിട്ട് മറച്ചു. ഒന്നാമത് ഒളിഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നെ ഒരു മനുഷ്യൻ കണ്ടിട്ട് എന്ത് ചെയ്തു? അത് വീണ്ടും ഒന്ന് ഒളിച്ചു. ഈ ഒളിച്ചിട്ട സാധനം ആണ് സ്വർഗരാജ്യം. ഈ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി മാറാനാ നാം ഈ കസേര വന്നിരിക്കുന്നത്. ഇത് ഒളിപ്പിച്ചു വെച്ച നിധിയാണ്. തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റു വയൽ വാങ്ങി. എന്തിനു വേണ്ടിയാ വയൽ വാങ്ങിയത്? പറഞ്ഞോ. നിത്യത, സ്വർഗരാജ്യം. വയൽ എന്താ? വയൽ ലോകം. 38-ാമത്തെ വാക്യം, 37-ാമത്തെ വാക്യം. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. വയൽ എന്താ? ലോകം. ഈ ലോകത്തിനകത്ത് എന്തൊളിഞ്ഞു കിടപ്പുണ്ട്? സ്വർഗരാജ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്വർഗരാജ്യം കണ്ടെത്തുന്നവർ ചുരുക്കമാ. പലരും ലോകം വിട്ടുപിടിക്കും. ആ ലോകത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന നിധി കാണത്തില്ല. ലുലുവിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഷെൽഫിൽ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ. ഇങ്ങനെ വാരിക്കൂട്ടി നമ്മളൊരു ട്രോളിയൊക്കെ നിറച്ച് ഇങ്ങനെ പോകും. അതുപോലെ തന്നെ ലോകത്തിൽ പലതും നമ്മുടെ കണ്ണുകളിൽ ആകർഷിക്കപ്പെടുന്നതുണ്ട്. അതെല്ലാം നാം വാരിക്കൂട്ടി ലോകം തോടൊപ്പം സഞ്ചരിക്കും. പക്ഷെ അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി കാണാതെ ഹല്ലേലൂയ നാം ഈ ലോകത്തോടൊപ്പം സഞ്ചരിക്കും. ഹല്ലേലൂയ. അതാണ് ജഡത്തെ അനുസരിച്ച് നടക്കുന്നത്. ജഡത്തെ അനുസരിച്ച് നടന്നാൽ ഹല്ലേലൂയ മരിക്കും. ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച എടുത്ത മെസ്സേജ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താണെന്നറിയാമോ? ഒരു വീട് പണിയുടെ കാര്യം, ഒരു മന്ദിരത്തിന്റെ പണി, ഒരു ദേവാലയത്തിന്റെ പണിയാണ്. ഒരു ദേവാലയത്തിന്റെ പണിയാണ്. ആ ദേവാലയം ഏതാണെന്നറിയാവോ നിങ്ങൾക്ക്? ഈ മൺകൂടാരമാകുന്ന ദേവാലയം. ഈ ദേവാലയത്തിനകത്ത് വസിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിനോട് ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞൊരു ഭാഗം കഴിഞ്ഞ ആഴ്ച വന്ന കാലേബ് പാസ്റ്റർ എടുത്തു. നിങ്ങൾ എത്ര പേര് കേട്ടെന്നറിയത്തില്ല. എന്തായിരുന്നു പ്രാർത്ഥന എന്നറിയാവോ? പ്രാർത്ഥിക്കുന്നവർക്കല്ല അറിയത്തുള്ളൂ. എന്താ പ്രാർത്ഥന? അത് സമുദായക്കാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നുമല്ല. ആണോ? ചിലരുടെ വിചാരം സമുദായക്കാർ പ്രാർത്ഥിക്കും, ബന്ധുക്കൂസാരത് പ്രാർത്ഥിക്കണം, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-10 വാക്യം. പെട്ടെന്ന് ഇരിക്കാവേ, ഇപ്പൊ തന്നെ ഇരിക്കാവേ. മത്തായിയുടെ സുവിശേഷം, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. ഇവിടെയും യേശുവിനോടല്ല പ്രാർത്ഥിക്കുന്നത്. യേശുവിൽ വന്ന് സ്റ്റോപ്പ് ചെയ്യരുതേ. ക്രിസ്തുവിലൂടെ പിതാവിന്റെ അടുക്കിലേക്ക് നാം എത്തണം. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ. ദൈവത്താൽ അയക്കപ്പെട്ടവൻ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം സകലതും ചെയ്ത് രാജ്യത്തിന്റെ സുവിശേഷം പറഞ്ഞ്
ഹല്ലേലൂയ, തന്റെ ജീവനെ മറുവിലയായി കൊടുത്ത് കേറിപ്പോയി. കേറുന്നതിന് മുമ്പ് പ്രാർത്ഥന പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇതിന്റെ മറുപടി എവിടെ കിടക്കുന്നത് അറിയാമോ? ഇത് ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാലല്ലേ മറുപടിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. ആമേൻ. രാജ്യം വരണം. പ്രാർത്ഥിക്കുന്നവർ രാജ്യം വരും. ഇതാ ഞാൻ വേഗം വരുന്നു. എന്തിനാ വരുന്നേ? രാജ്യം സ്ഥാപിക്കുവാൻ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 2, 3, 4 ഈ പ്രാർത്ഥനയുടെ മറുപടി സംഭവിക്കുന്നതെന്ന് കാണാം. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. പ്രാർത്ഥന എന്തായിരുന്നു? നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ. വന്നോ? പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അടുത്ത വാക്യം, സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ഈ മണ്ണായ ഉടുപ്പ്, ഇതിനകത്ത് വസിക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് വിശുദ്ധമാക്കി നിർത്താനാ ദൈവം പറയുന്നത്. കർത്താവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നിന്റെ കൈ, നിന്റെ കാൽ ബലപ്പെട്ടിരിക്കുമോ? ഈ ശരീരത്തെ മെനഞ്ഞവനാണെങ്കിൽ അതിനകത്ത് വസിക്കാൻ യോഗ്യതയുള്ളവൻ അവൻ മാത്രമാ. അവനെ കയറ്റിയിരുത്തേണ്ട സ്ഥാനത്ത് വേറെ പലതിനെ കയറ്റിയിരുത്തിയാൽ കത്തുന്ന തീ, ഗന്ധകം, തീച്ചൂള, നിത്യമായ മരണം. ഞാൻ വന്നത് എന്തിനാ? ജീവൻ നൽകാൻ. എങ്ങനെ ജീവൻ നൽകാൻ? മരിച്ചു പോകുന്ന ജീവനല്ല, സമൃദ്ധിയായ ജീവൻ നൽകാൻ ഞാൻ വന്നു. യേശു പറഞ്ഞു, ഞാൻ വഴിയാണ്, വഴിയിൽ വന്ന് നിൽക്കരുത്. വഴി വന്ന് നിൽക്കാൻ പറഞ്ഞില്ല, എന്നിലൂടെ പിതാവിന്റെ അടുക്കലെത്തണം. അതിനുവേണ്ടി ഞാൻ വന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകി. നിങ്ങൾ ഈ ലോകം മുഴുവനും നേടി, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകി. നിങ്ങൾ ലോകം നേടി, ലോകം നേടിയിട്ട് എന്ത് പ്രയോജനം? പെട്ടിക്കകത്ത് കയറി സെമിത്തേരിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ കൈ വല്ലതും ഉണ്ടോ? സ്വർഗരാജ്യം ഇന്ന് പകൽക്കാലം അവകാശമാക്കിക്കോണം. രക്ഷ സൗജന്യമായി കിട്ടി. ഇന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെ ഇത് പ്രസംഗിക്കാൻ ഞാൻ ഈ ഭൂമുഖത്ത് ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അംഗീകരിച്ചാലും കൊള്ളാം, അംഗീകരിച്ചില്ലാലും കൊള്ളാം, എന്റെ കാലിലെ പൊടി ഞാൻ ഇവിടെ തട്ടിയിടും. അത് സാക്ഷ്യമായി തീരും. സ്വർഗരാജ്യം അവകാശമാക്കാതെ ഈ ഭൂമിയിൽ നിങ്ങൾ എന്ത് ചെയ്താലും വ്യർത്ഥമാണ്. അത് പെട്ടിക്കകത്തേ ഉള്ളൂ, അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ജീവന് പകരം ദൈവം ചോദിക്കുന്നത് എന്താ? ജീവന് പകരം ജീവൻ. നീ സർവ്വലോകവും നേടി, നീ ഭൂമിയിലായിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പഠിപ്പിച്ചു. രാജ്യം വരണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. 2 സെക്ഷൻ ആ പ്രാർത്ഥന. ഇനി ഏതെങ്കിലും ദിവസം ഇത് അവസരം കിട്ടിയാൽ ഞാൻ ഇത് പറയാം. ഹല്ലേലൂയ. 2ാമത്തെ സെക്ഷൻ നമ്മുടെ കാര്യമാ. എന്താ? അന്നേക്കുള്ള ആഹാരം തരണമേ. ആദ്യത്തെ സെക്ഷൻ വിട്ടിട്ട് 2ാമത്തെ സെക്ഷനെ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ. അന്നേക്കുള്ള ആഹാരം തരണമേ. എന്തിനാ ആ പ്രാർത്ഥനയോട് ഈ സെക്ഷൻ ഉപയോഗിച്ചത്? ഈ സെക്ഷൻ ഉപയോഗിച്ചത് അന്നേക്കുള്ള ആഹാരം, ഈ മൺകൂടാരമായ ശരീരത്തിന് ആഹാരം ലഭിച്ചാൽ മാത്രമേ നീ സ്വർഗരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ കഴിയത്തുള്ളൂ.
ഈ ശരീരത്തിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇത് ക്ഷീണിച്ചു പോകും. അതുപോലെ തന്നെ അകത്തെ മനുഷ്യനായ ആത്മാവിന് ദൈവവചനം കിട്ടിയില്ലെങ്കിൽ അത് ക്ഷയിച്ചു പോകും. അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാ. ആ സ്വർഗരാജ്യത്തെയാണ് നാം അവകാശമാക്കേണ്ടത്. ആ സ്വർഗരാജ്യം ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി തന്നതാ. ഹല്ലേലൂയ അത് അവകാശമാക്കിയെടുക്കണം. ഞാൻ മുമ്പേ പറഞ്ഞു, രക്ഷ സൗജന്യം. സ്വർഗരാജ്യം വില കൊടുത്തു വാങ്ങണം. അതിനു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും മോഹങ്ങളെ ത്യജിച്ചു കളയണം. സ്വന്തം ഇഷ്ടങ്ങളും മോഹങ്ങളെ ത്യജിച്ചു കളഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കും. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സർവ്വവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകി. അനുഗ്രഹിച്ച് നല്ല ജോലി നൽകിയപ്പോ വീട് നൽകിയപ്പോ കാറ് നൽകിയപ്പോ കുഞ്ഞുങ്ങളെ നൽകി, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി. നീ ലോകം മുഴുവനും നേടി. ഈ സർവ്വലോകവും നേടിയിട്ട് നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? ഈ ലോകം മുഴുവനും നേടിയിട്ട് നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയത് എന്താണ്? ജീവൻ. നിങ്ങൾ ജീവനെ കരുതിയാൽ, ജീവന് വേണ്ടി നിങ്ങൾ കരുതിയാൽ അത് മരിക്കും. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി നിന്നാൽ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. ആയതിനാൽ ഹല്ലേലൂയ, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് എണീറ്റ് നിൽക്കാമോ? എല്ലാവരും ദൈവസന്നിധിയിൽ എണീറ്റ് നിന്നാട്ടെ. എന്നെ വിളിച്ചത് എന്തിനാ? എന്നെ വേർതിരിച്ചത് എന്തിനാ? അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മൾ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പിക്കാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം എന്തിനെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്? സ്വർഗരാജ്യം അവകാശമാക്കണം കുഞ്ഞുങ്ങളെ. ദൈവസ്നേഹത്തിൽ പറയുക, സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു പോയാൽ, ഇന്ന് നമ്മുടെ വയനാടിന്റെ പ്രദേശത്ത് കണ്ടു, ഹല്ലേലൂയ, അനേകർ ദൈവരാജ്യം ദൈവസുവിശേഷം കേട്ടവരായിരിക്കാം, അല്ലായിരിക്കാം. അതിനകത്ത് മരിച്ചുപോയവർ എത്ര പേരാണ്? എത്ര പേര് നിത്യ നരകത്തിനായി മാറിക്കഴിഞ്ഞു. നാം ഇന്ന് ഇതിനകത്തായിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും, ഒരു വ്യക്തി പോലും ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ളൊരു ആശയോടെയാണ് ഈ തിരുവചന പരിശുദ്ധാത്മാവിലൂടെ അറിയിക്കുന്നത്. ഏറ്റെടുത്താൽ നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാണ്. ഇതുവരെയും സമയം തന്ന ദൈവദാസനും സഭയ്ക്കും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസനെ താണിരിക്കും. ആശേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ.
ശബ്ദത്തെ പ്രിയനിൻ വരവേറ്റം ആസന്നമേ. പ്രതിഫലം ലഭിക്കും നാൾ നിശ്ചയമേ. പ്രിയനിൻ വരവേറ്റം ആസന്നമേ. പ്രതിഫലം ലഭിക്കും നാൾ നിശ്ചയമേ. പ്രിയനിൻ വരവേറ്റം ആസന്നമേ. പ്രതിഫലം ലഭിക്കും നാൾ നിശ്ചയമേ. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന സകലരും ആ മഹാസത്യം നമ്മൾ അറിഞ്ഞവരും അംഗീകരിച്ചവരും മനസ്സിലാക്കിയവരും